ഹലോ ഗൈസ്, വെൽക്കം ടു ദ ന്യൂ വ്ലോഗ്. അൽബേനിയയിൽ എത്തിയിട്ട് നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് എക്സൈറ്റഡ് ആണ്. രാവിലെ തന്നെ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ടിറാനയുടെ മെയിൻ അട്രാക്ഷനായ ഡജിത്തി എക്സ്പ്രസ്സിലേക്കാണ് നമ്മുടെ യാത്ര. ഇറ്റിനറിയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വേറെ കൺഫ്യൂഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഡജിത്തി എക്സ്പ്രസ്സിലെത്തി. ഇവിടുത്തെ മെയിൻ അട്രാക്ഷനാണ് കേബിൾ കാറ്. കൂടാതെ തന്നെ അഡ്വഞ്ചർ പാർക്ക്, മിനി ഗോൾഫ്, അങ്ങനെ കുറേ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഇവിടെ. കേബിൾ കാറ് കയറുന്നതിന് അപ്പ് ആൻഡ് ഡൗൺ പെർ പേഴ്സൺ ടിക്കറ്റ് റേറ്റ് വരുന്നത് 15 euros ആണ്. എക്സ്ട്രാ ഒരു 5 euros കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്വഞ്ചർ പാർക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. 5 euros ഒരിക്കലും ഒരു നഷ്ടമാവില്ല. അത്രയ്ക്കും കാര്യങ്ങൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഒരു 2-3 hours നമുക്കവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേബിൾ കാർ എത്തിയിട്ടോ. എല്ലാവരും സൂപ്പർ എക്സൈറ്റഡ് ആയിരുന്നേ. കേബിൾ കാറിൽ കയറിയത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അൽബേനിയ വരുന്നവർ ഒരിക്കലും ഈ ഒരു ഡെസ്റ്റിനേഷൻ മിസ് ഔട്ട് ചെയ്യല്ലേ. ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കും കേട്ടോ ഈ കേബിൾ കാറിലൂടെയുള്ള ഈ യാത്ര. അതായത് ഡജിത്തി എക്സ്പ്രസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് എൻഡിങ് പോയിന്റ് വരെ എത്താനായിട്ട്. ബാൽക്കൻസിലെ തന്നെ ലോങ്ങസ്റ്റ് കേബിൾ കാർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 4.3 kilometers ആണ് കേട്ടോ. ഈ ഡജിത്തി എക്സ്പ്രസ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന അൽബേനിയയുടെ ക്യാപിറ്റലായ ടിറാനയിലാണ്. അറിയാത്തവർക്ക് വേണ്ടി പറയുക, ഈ കേബിൾ കാറിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ടിറാനയെ അതിന് ചുറ്റുമുള്ള ലാൻഡ്സ്കേപ്പും കാണാൻ കഴിയും കേട്ടോ. വളരെ ബ്യൂട്ടിഫുള്ളാണ് കാഴ്ചകൾ കാണാനായിട്ട്. നല്ലൊരു പനോരമിക് വ്യൂ കിട്ടും. എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ കേബിൾ കാർ ഇറങ്ങി ഡജിത്തി എക്സ്പ്രസിൻ്റെ എൻഡിങ് പോയിന്റിൽ എത്തിയിട്ടോ. ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അഡ്വഞ്ചർ പാർക്കുണ്ട്, മിനി ഗോൾഫ് ഏരിയ ഉണ്ട്, റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, റിഫ്രഷ്മെൻറ്റ്സ് ഉണ്ട്. ഇവിടെ എല്ലാ സൈൻ ബോർഡ്സും വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളതെന്ന്. നല്ല ചൂടുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് ദാഹിക്കുകയും കുറച്ച് നടന്നു കഴിയുമ്പോഴത്തേനും നല്ല ടയേർഡ് ആവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടുത്തെ റിഫ്രഷ്മെൻറ്റ് ഏരിയയിൽ നിന്ന് വെള്ളം വാങ്ങിക്കുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. ഞങ്ങൾ കുറേ നേരം നടന്ന് ഈ ഒരു പ്ലേയിങ് ഏരിയയിൽ എത്തി കേട്ടോ. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ഇതായിരിക്കും അഡ്വഞ്ചർ പാർക്ക് എന്ന്. പിന്നീടല്ലേ മനസ്സിലായി ഇതല്ല എന്നുള്ളത്. പറയാതിരിക്കാൻ വയ്യ, എല്ലാം നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എത്രയോ അധികം ടൂറിസ്റ്റുകൾ വരുന്നതാണ്, പക്ഷേ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ഒരു ഫോട്ടോ എടുക്കുന്ന ഒരു അടിപൊളി ഒരു സ്പോട്ട് കണ്ടു കേട്ടോ. എല്ലാവരും വന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളും പോയി എടുത്തു കേട്ടോ. ഫാൻസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓൺ ആയിരിക്കുമായിരുന്നു. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചൂട്. ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ തണലൊക്കെ കൊണ്ട് കുറച്ച് നേരം നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും എൻ്റെ സൈഡിലായിട്ടൊരു ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ പോയി. അപ്പോഴത്തേക്കിനും നടന്ന് വയ്യാണ്ടായി. ഭയങ്കരമായിട്ട് ദാഹിക്കുമായിരുന്നു കേട്ടോ. അത്രയ്ക്കും ചൂടായിരുന്നു. എല്ലാവരും നടന്ന് കുറച്ച് ടയേർഡായി കേട്ടോ. ഭയങ്കരമായിട്ട് ദാഹിക്കുമായിരുന്നു. ചമ്പയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വെള്ളം വേണമെന്ന്. പിന്നെ നമ്മൾ വെള്ളമൊക്കെ വാങ്ങി കുടിച്ച് കുറച്ച് നേരം ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ എല്ലാവരെയും ക്ഷീണമൊക്കെ കുറച്ച് മാറിയതിന് ശേഷം നമ്മൾ നേരെ പോയത് മിനി ഗോൾഫ് ഏരിയയിലേക്കാണ് കേട്ടോ. ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. 18 holes ഉള്ള ഒരു ഗോൾഫ് ഏരിയ ആണ്. കുറച്ച് അധികം നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തു. അവർ മാക്സിമം എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ.
പിള്ളേർ ഗോൾഫൊക്കെ കളിച്ച് എൻജോയ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ അവിടെ കൂടെ കുറേ നടന്നു കേട്ടോ. ഡജിത്തി എക്സ്പ്രസിൻ്റെ എൻഡിങ് പോയിൻ്റ് എന്ന് പറയുന്നത് ഡജിത്തി നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് വരും കേട്ടോ. സീ ലെവലിൽ നിന്ന് 1000 മീറ്റർ എബോവ് ആണ്. നമുക്ക് അവിടെ നിന്നാൽ നല്ല അടിപൊളി വ്യൂ ഒക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അവിടെ വേറൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ച കണ്ടു. ഈ ഒരു ലവ് ഹാർട്ടിൽ ഒരു ഗ്രില്ല് പോലെ ഇരിക്കുന്നത്, അതിൽ 2 ലോക്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെന്താ സിംബലൈസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. മേ ബി ലോങ് ടൈം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ബോണ്ടിങ് ഓഫ് 2 പേഴ്സൺസ് അങ്ങനെ എന്തെങ്കിലും ആവാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താണെങ്കിലും ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ മിനി ഗോൾഫ് ഏരിയയൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നേരെ പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലേക്കാണ് കേട്ടോ. അവിടുന്ന് കുറച്ചധികം നടക്കാനുണ്ട് അഡ്വഞ്ചർ പാർക്കിലേക്ക്. പിന്നെ അവിടെ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആക്ടിവിറ്റി ഒന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ പോവാം. നല്ല മിനി ഗോൾഫ് അടിപൊളിയല്ല. ഇവിടെ സ്മെല്ലുണ്ട്. Finally, guys. അങ്ങനെ നമ്മൾ അടുത്ത എക്സൈറ്റഡ് ഏരിയയിലേക്ക് എത്തി. അഡ്വഞ്ചർ പാർക്കിൽ സിബ് ലൈൻസ് ആണ് ഇവിടുത്തെ പ്രധാന ആക്ടിവിറ്റി. അഡൾട്ട്സിനും കിഡ്സിനും സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. കയറുന്നതിന് മുന്നേ തന്നെ അവർ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമ്മൾക്ക് പറഞ്ഞു തന്നു കേട്ടോ. കുട്ടികൾക്ക് പേരൻസിൽ ഒരാളുടെ സൂപ്പർവിഷൻ ഉണ്ടാവണം. ചമ്പ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ടോട്ടൽ 6 സ്റ്റേജസ് ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേജ് കൂടുന്നതനുസരിച്ച് ലെവലിൻ്റെ ഇൻറ്റൻസിറ്റി കൂടിക്കൊണ്ടേയിരുന്നു കേട്ടോ. അങ്ങനെ 6 സ്റ്റേജസും ചമ്പ സക്സസ്ഫുള്ളി ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ അടുത്ത് പറയാം ഇനിയും കുട്ടികൾക്ക് കയറണമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കും കേട്ടോ. ചമ്പ 6 സ്റ്റേജും ഫിനിഷ് ആയതിന് ശേഷം പിന്നെ പോയി കയറി കേട്ടോ. അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അഡൽസിൻ്റെ സിപ്പ് ലൈൻ സ്റ്റേജസ് ഭയങ്കര ഹാർഡായിരുന്നെന്നാണ് ഹസ്ബൻഡും മോനും പറഞ്ഞത്. ഓരോ സ്റ്റേജും ചലഞ്ചസ് ആയിരുന്നെന്നാണ് പറഞ്ഞത് കേട്ടോ. ഞാൻ കയറിയില്ല. എനിക്കിങ്ങനെയുള്ള കാര്യങ്ങൾ ഭയങ്കര പേടിയായതുകൊണ്ട് ഞാൻ പിന്നെ കയറിയില്ല കേട്ടോ. അഡ്വഞ്ചർ പാർക്കിൽ നമ്മളൊരു 2-3 അവേഴ്സ് സ്പെൻഡ് ചെയ്തു കേട്ടോ. ഞങ്ങൾക്കൊരു നഷ്ടമായിട്ട് തോന്നിയില്ല, വേർത്തിട്ടായിട്ടാണ് തോന്നിയത്. ഹസ്ബൻഡും കുട്ടികളും എല്ലാം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ അവിടുത്തെ ലോക്കലായിട്ടുള്ള ആൾക്കാരെ പരിചയപ്പെട്ടു കേട്ടോ. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. കുറേ നേരം സംസാരിച്ചു കേട്ടോ. കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് അവരെയും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞു. അവിടെ കുട്ടികൾക്ക് ചൂടായതുകൊണ്ട് 3 മാസമാണ് അത്രേ സ്കൂൾ വെക്കേഷൻ. അങ്ങനെ നമ്മൾ ഡജിത്തി എക്സ്പ്രസ് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ക്രൂജ ബസാറിലേക്കായിരുന്നു യാത്ര. നല്ല ടയേർഡായിരുന്നു. വണ്ടിയിൽ കയറിയ പാടെ ഞാനും ചമ്പായും ഉറക്കമായി കേട്ടോ. ഭയങ്കര ചൂടും ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ കൂടെ വെള്ളം കുടിച്ചുകൊണ്ടേയിരുന്നു. ക്രൂജയിലെത്തിയിട്ട് നമ്മൾ ആദ്യം പോയത് ഫുഡ് കഴിക്കാനായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അവിടുത്തെ ഫേമസ് റെസ്റ്റോറൻറ്റുകളിൽ ഒന്നായ പനോരമയിലാണ് നമ്മൾ പോയത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ട്രഡീഷണൽ അൽബേനിയൻ ഡിഷ് ലസാനിയ, ചിക്കൻ ചിപ്സ്, അങ്ങനെ മെയിൻ കോഴ്സസ് ആയിട്ട്. പിന്നെ ഇവിടെ എല്ലാ റെസ്റ്റോറൻറ്റിലും കണ്ട ഒരു കാര്യം കേട്ടോ, നമുക്ക് ഫ്രീ ബ്രെഡ് അവർ പ്രൊവൈഡ് ചെയ്യും.
അങ്ങനെ അതിന് എക്സ്ട്രാ പൈസയൊന്നും കൊടുക്കണ്ട. എന്ത് ഡിഷ് കൊണ്ടെന്ന് വെച്ചാലും അതിൻ്റെ കൂടെ ഫ്രീ ബ്രെഡും ഉണ്ടാവും കേട്ടോ. പിന്നെ കൂടാതെ തന്നെ നമ്മൾ ഡെസേർട്ട്സും ജ്യൂസും ഒക്കെ കഴിച്ചു. ഫുഡെല്ലാം തന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് റെസ്റ്റോറൻറ്റിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ പുറത്തുള്ള കാഴ്ച കേട്ടോ. അൽബേനിയൻ വീടുകളും ഗ്യാസിലൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ക്രൂജ ബസാറിലെത്തി. നമ്മുടെ പനോരമ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു ബസാറ്. ടിറാനയിൽ നിന്ന് 30 കിലോമീറ്റർ മാറിയാണ് ക്രൂജ ബസാർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അൽബേനിയയുടെ തന്നെ ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. വളരെ ഓൾഡായിട്ടുള്ള ഈ മാർക്കറ്റ് ഓട്ടോമാൻ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണ് കേട്ടോ. എന്ത് ക്യൂട്ടായിരുന്നെന്നറിയോ ഓരോ സാധനങ്ങളും കാണാനായിട്ട്. എനിക്ക് എല്ലാം തന്നെ വാങ്ങിക്കാനായിട്ട് തോന്നി. ഹാൻഡിക്രാഫ്റ്റഡ് പ്രോഡക്ട്സും അൽബേനിയൻ ട്രഡീഷണൽ സാധനങ്ങളും ആൻറ്റിക് പീസസും എല്ലാം തന്നെ ഒരു വൻ നിര ഉണ്ടായിരുന്നേ. ഞങ്ങളിങ്ങനെ എല്ലാ കടകളിൽ കൂടി കയറി സാധനങ്ങളുടെ വിലയൊക്കെ ചോദിച്ച് നടന്നു കേട്ടോ. ഇവിടുത്തെ നടപ്പാത നിങ്ങൾ ശ്രദ്ധിച്ചോ, വലിയ കോബിൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ക്രൂജ ബസാറിൻ്റെ അടുത്ത് തന്നെ ഒരു ക്യാസിലുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ കയറിയില്ല. പിള്ളേർ നല്ല ടയേർഡായിരുന്നു. അവർ പിന്നെ വേണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ നമ്മളവിടെ കയറിയില്ല. അങ്ങനെ നമ്മൾ ക്രൂജ ബസാറിനോട് ബൈ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ പണ്ടത്തെ വളരെ പഴക്കമുള്ളൊരു കിണർ കാണാൻ സാധിച്ചത് ഈ കിണറാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ അൽബേനിയൻ ട്രിപ്പിൻ്റെ ആദ്യ ദിവസം പ്ലാൻ ചെയ്ത 2 ഡെസ്റ്റിനേഷൻസായ ഡജിത്തി എക്സ്പ്രസ്സും ക്രൂജ ബസാറും നമ്മൾ ഫുള്ളി എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ടിറാനയിൽ നിന്ന് നേരെ പോകുന്നത് സറാണ്ടയിലോട്ടാണ്. സറാണ്ടയിലെ കാഴ്ചകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. See you in the next video.